ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റിന് ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, പിന്നെ അര ഇഞ്ചിയും കൂടി ഇട്ടത്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഇങ്ങനെ വാഷ് ചെയ്തു ഇത്. ഗൈസ്, ഇനി അരിയുമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇടാൻ പോകുന്ന മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി. ഗൈസ്, അപ്പോൾ ശകലം കറിവേപ്പിലയും കൂടെ ഇടുകയാണ്. ഓക്കെ ഗൈസ്, ഇനിയാണ് നമ്മളുടെ മെയിൻ പാർട്ട്. ഇനി നമ്മൾ മുട്ട ഇനി ഇടും. ഫസ്റ്റ് ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളിനി മുട്ട ഇടും. ഓക്കെ ഗൈസ്, അപ്പോൾ മുട്ട പൊട്ടിക്കുവാണ്. ഒരു മുട്ട പൊട്ടിച്ചു. ഇനി രണ്ടാമത്തെ മുട്ട. നമുക്കിനി ഒന്നും കൂടെ അങ്ങ് പൊട്ടിക്കാം. ഇത് 2 പേർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഓംലെറ്റാണിത്. നമ്മളിനി ഇളക്കാം. ഗൈസ്, ഓംലെറ്റിൻ്റെ അകത്ത് ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലേ നമുക്ക് ഓംലെറ്റ് സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ആയിട്ട് നല്ലപോലെ ഇളക്കണം. ഗൈസ്, അപ്പം നമ്മളുടെ ചീഞ്ചട്ടി ചൂടായി. അപ്പം നമുക്കിനി മുട്ട പൊടിക്കാവേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ തിരിച്ചിടാൻ പോവാണ്. ഓക്കെ ഗൈസ്, സക്സസ് ആയി. ഗൈസ്, ഇത് നമ്മളുടെ പൂപോലെ ഓംലെറ്റാണ്. ഇനി നമ്മളെ പൂപോലത്തെ ഓംലെറ്റാണ്. ഇനി നമുക്കിനി പ്ലേറ്റിലേക്ക് ഇടാവേ. ഈ ഓംലെറ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ശകലം വെള്ളം ഒഴിക്കണമെന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി. പക്ഷേ അറിയാത്തവർക്ക് ഈ വെള്ളം ഒഴിച്ചിട്ട് ശകലം സോഫ്റ്റ് ആയിട്ട് ഇളക്കുന്ന ട്രൈ ആയിട്ട് കമൻറ്റ് ബോക്സിൽ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ ബൈ ബൈ.